മുസ്ലിം ഉണ്ടാവും. എടങ്ങനെ തല നമുക്ക് വലിയ കാറിൽ വന്നിട്ട് എന്താ ഒരു പൈസ കിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു AP സുന്നികളെയും EK സുന്നികളെയും. നിങ്ങൾ പോറ്റുന്ന ദർഗ ഉണ്ടല്ലോ, നിങ്ങളുടെ ദർഗന്റെ അവസ്ഥ എന്താ? സമസ്ത ദർഗ. ദർഗ അല്ലെങ്കിൽ സമസ്തല്ല, സമസ്തല്ലേ ദർഗല്ല. സയാമീസ് ഇരട്ടകളെ പോലെയാ. ഒരു പുതിയ കേസറ്റ് ഇറങ്ങിയിട്ടുണ്ട്, സമസ്തയും ദർഗയും സയാമീസ് ഇരട്ടകളോ. നിങ്ങളത് കേൾക്കണം, നിങ്ങളത് കേൾക്കണം. എന്താ സംഭവം? ഒരു സയാമീസ് ഇരട്ടകളെ പോലെയാ. സമസ്ത ദർഗ സുഖിനോ ഭവന്തു. നിങ്ങൾക്ക് പറ്റിയ സമസ്ത ദർഗ സുഖിനോ ഭവന്തു. ദർഗല്ലേ ഏതെങ്കിലും ഒരു APക്ക് ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ പ്രഖ്യാപിക്കോ കേരളത്തിലെ മുഴുവൻ ദർഗയിലും സിയാറത്ത് നടന്നോട്ടെ, പൈസ വേണ്ട. നബീന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നില്ലേ? പൈസ വേണമെന്ന് അവിടുത്തെ സർക്കാർ തീരുമാനിച്ചോ? ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടി പറയാം. എനിക്ക് സമസ്തക്കാരോട് സ്നേഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ സെലഫികൾ ഭരിക്കുന്ന ഒരു നാടാകട്ടെ മക്കയും മദീനയും നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കുട്ടൻസ് മനസ്സിലായാലും വിശദീകരിച്ചു തരാം. അതായത് സൗദി അറേബ്യ മുജാഹിദുകളുടെ കയ്യിലാകണേ റബ്ബേ ഖിയാമത്ത് നാൾ വരെ എന്ന് സുന്നികൾ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടറിയോ? അത് ഞാൻ പറയുന്നത് നിങ്ങളൊരു പോയിന്റ് ആയിട്ട് എന്നെ നോട്ട് ചെയ്യണം. ഇത്ര പോകുന്ന കുപ്പിയിലെ ഒരു ബർക്കത്തുമില്ലാത്ത ഓവുജാലിനോ എവിടുന്നോ മുക്കിയ നബീന്റെ മുടിയിട്ട വെള്ളം എന്ന് പറഞ്ഞ് കാസിമി ഇത്ര പോകുന്ന ഒരു കുപ്പി വെള്ളത്തിന് 25,000 റുപ്യ വാങ്ങി. 25,000 റുപ്യ വാങ്ങി. കാസിമീനെയോ കാന്തപുരച്ചിനെയോ എങ്ങാനും മക്കത്ത് സംസം കിണറിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച അവസ്ഥ എന്തായിരിക്കും? മനുഷ്യരെ നിങ്ങൾ ചിന്തിച്ചു നോക്കോ. ഒറ്റ സുന്നിക്ക് 10 ലിറ്റർ ഇത്ര പോകുന്ന കുപ്പിയിലെ വെള്ളത്തിന് 25,000 വാങ്ങി. 10 ലിറ്റർ സംസം വെള്ളത്തിന് 10 കോടി വാങ്ങൂലേ കാസിമി? ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഹജ്ജിന് പോകാൻ പറ്റുമോ? അതുകൊണ്ട് സമസ്തക്കാരെ നിങ്ങൾ ദുനിയാവിൽ പ്രാർത്ഥിക്ക്, പടച്ചോനെ ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് മുജാഹിദുകളെ തന്നെ ഏൽപ്പിക്കണേ എന്റെ ഉത്തരവാദിത്വം. നിങ്ങൾ കേൾക്കണോ? ഇപ്പൊ തന്നെ അവസ്ഥ എന്താ അറിയ നിങ്ങള്? ആശ്ചര്യ, ഭയങ്കര അത്ഭുത. എന്താ പറയോ? അവിടെ ഉഹുദ് മല മാന്തി കൊണ്ടുവരിക സമസ്തക്കാരും ഷിയാക്കളും പാകിസ്ഥാനിൽ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ്, അല്ല ഒരു ആദ്യത്തെ പോക്ക് ഒരു 7 കൊല്ലങ്ങൾക്ക് മുമ്പ് പോയപ്പോ സഹോദരങ്ങളെ ഉഹുദ് മലക്ക് കുറച്ച് വലുപ്പുണ്ടായിരുന്നു. പിന്നീട് 2 തവണ ഞാൻ തുടർച്ചയായി അവിടെ പോയി അത് സന്ദർശിച്ചപ്പോ ഉഹുദ് മല ചെറുതായി വരുന്നു. അങ്ങനെ ഞാൻ അതൊന്ന് പരിശോധിക്കാൻ പോയപ്പോ ഷിയാക്കളും കേരളത്തിലെ സമസ്തക്കാരും എന്താ ചെയ്യുന്നു? കുപ്പി കൊണ്ടുപോയിട്ട് ഈ ഉഹുദ് മലയിൽ നിന്ന് മണ്ണ് മാന്തുക. അതിന് പരിശോധന ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ? JCB ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മല കാണിച്ചിട്ട് ഇതൊരു ഔലി ഇരുന്ന മലയാന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻ ആക്കി തരും. സമസ്ത ഷിയാക്കളും കൂടി മാന്തിയിട്ട്. എന്താ ഈ സമുദായത്തിന്റെ അവസ്ഥ അറിയോ? അങ്ങ് ഇറാ ഗുഹയിൽ കയറി ചെന്ന് നോക്കണോ? ഇറാ ഗുഹേന്റെ പരിസരത്ത് വരെ എഴുതി വെച്ച് SSF എന്നിട്ട് അവിടെ ചെന്നിട്ട് വെറുതെ ചരിത്രത്തിന്റെ ഭാഗം പുണ്യൊന്നല്ല. ആ ഇറാ ഗുഹ ഒന്ന് കാണാൻ വിചാരിച്ച സമ്മതിക്കോ? ഇറാ ഗുഹയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക, എന്നിട്ട് റുക്കുവും സുജൂദും. എന്തൊരു കൗമാണ് പടച്ചവനെ! അവിടെ സഫായിലും മർവായിലും മക്കത്തും സംസം കിണറിലും പരിസരത്തും ഒക്കെ അജ്റുൽ അസ്വദ് മുത്താൻ നോക്കണേ. സമസ്തക്കാരെ ഏൽപ്പിച്ചാലുള്ള സ്ഥിതി എന്താ? ഈ ഇരു ടീമിനെ ഏൽപ്പിച്ചാല് അജ്റുൽ അസ്വദ് മുത്താൻ ഒരു മുത്തലിന് 2 ലക്ഷം റുപ്യ കൊടുക്കൂലേ കൗമ്? അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഖിയാമത്ത് നാൾ വരെ മുജാഹിദുകളുടെ കൈകളിൽ ഇത് നിലനിൽക്കണേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദ്വാരക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. കറാമത്തുണ്ടോ? ഈ പറയുന്ന പോയിന്റ് കേട്ടിട്ട് ഒരു ചെങ്ങായി എന്നിട്ടും EK സുന്നിയായിട്ട് നിൽക്കുകയാണേ, ഓന്റെ കാര്യം അള്ളാഹ് എന്താ കണ്ടതെന്ന് പടച്ചോനെ മാത്രമേ അറിയൂ. ആ ഉദാഹരണം കേട്ടോടെ. ഇപ്പൊ ഒരു മുജാഹിദും സുന്നിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പഠിക്കണം, മനസ്സിലാക്കണം. കറാമത്ത്, ഇനി ഇതിൽ ഒരു അത്ഭുതം എന്താ അറിയോ? കറാമത്ത് കണ്ടേ എത്ര സുന്നിയുണ്ട് നമ്മുടെ സമൂഹത്തില്? കറാമത്ത് കണ്ടേ. CM വലിയുള്ളാന്റെ കറാമത്ത് കണ്ട ഒരു AP സുന്നി നിങ്ങൾക്ക് കാണാൻ കഴിയോ? ഒരു EK സുന്നിനെ കാണാൻ കഴിയോ? കാണാൻ കഴിയില്ല. കറാമത്ത് കേട്ടിട്ടേ ഉള്ളൂ നമ്മള്. മമ്പറതങ്ങളോ അല്ലെങ്കിൽ ഉള്ളാളത്തോ വേറെ എവിടെയെങ്കിലും ഉള്ള കറാമത്ത് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏജന്റുമാര് പ്രചരിപ്പിച്ച കിതാബിലെ കള്ളവാർത്തകളല്ലാതെ നമ്മൾ നേരിട്ട് ഈ വലിയന്റെ കറാമത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാലേ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കറാമത്ത് നേരിട്ട് പലതവണ കണ്ടു. ഖുർആനാ പറയുന്നത്, അന്റെ പാളക്കിതാബല്ല. സഹോദരിമാരെ രേഖപ്പെടുത്തണം. നിങ്ങൾ അമ്മായി, വല്യമ്മ, മൂത്തമ്മൊക്കെ പേച്ചയിലായിരിക്കും ഉണ്ടാകുക. ഓരോട് ഇന്ന് തന്നെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു കൊടുക്കണം ഖുർആൻ വായിക്കാൻ. കേട്ടോ? ആ കറാമത്ത് സക്കരിയ അലൈഹിസ്സലാമിന്റെ സംരക്ഷണത്തിൽ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. ഇനി കേട്ടോ, ആ മറിയം ബീവി മിഹ്റാബിൽ കേമൻ തന്നെ. മിഹ്റാബിൽ ഇന്നത്തെ കാലത്താണെങ്കിലോ മിഹ്റാബിൽ ഒരു പെണ്ണ് കയറി കുത്തിരിക്കുകയാണെങ്കിലോ അടിച്ച് അടക്കടി വഹാബിച്ച് പുറത്ത്. പക്ഷെ സക്കരിയ നബി അതായിരുന്നില്ല. സക്കരിയ നബി അലൈഹിസ്സലാം മിഹ്റാബിലേക്ക് വരുമ്പോണ്ട് അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുക്കുന്നു. എപ്പോ? ക്ഷേമകാലത്തല്ല, ക്ഷാമകാലത്ത്, ബുദ്ധിമുട്ടുള്ള കാലത്ത്, ഭക്ഷണം കിട്ടാത്ത കാലത്ത്
കാലത്ത് ആകാശത്തു നിന്ന് മറിയം ബീവിക്ക് കറാമത്ത്, ഭക്ഷണം ഇറക്കി കൊടുക്കുക. ഇതാര് കാണുക? സക്കരിയ നബി നിറഞ്ഞ കണ്ണുകളോടെ കാണുക. അപ്പൊ കറാമത്തുണ്ടോ? ഉണ്ട്. കറാമത്തുണ്ടെങ്കിൽ സമസ്ത എന്ത് പറയുന്നു? കറാമത്തുള്ളവരോട് തേടാം. സക്കരിയ നബി എന്ത് പറയുന്നു? ഖുർആൻ എന്ത് പറയുന്നു? നമ്മൾ അവിടെ നിൽക്കുന്നു. ഈ പോയിന്റ് കേട്ടിട്ട് ഞാൻ വീണ്ടും പറയാ, എന്നിട്ട് EKP സുന്നിയായി കയറിയ എന്റെ കാര്യം റബ്ബിലേക്ക് വിടുകയാണ് കുഞ്ഞിമോനെ. ഇമ്പായതുകൊണ്ടൊന്നും ഒരു ഫലവും പിന്നെ ഉണ്ടാവില്ല. കേട്ടോ, സക്കരിയ നബി ഇത് കാണുക. അപ്പൊ സക്കരിയ നബി ആശ്ചര്യത്തോടെ ചോദ്യം, അന്നാലക്കി ഹാദ, ഇത് എവിടുന്നാ കിട്ടിയത് മറിയേ? അപ്പൊ അവരെ കാലത്ത് ഇതൊക്കെ എന്റെ പവറാ, ഞങ്ങളുടെ പ്രത്യേകത അള്ള വന്നതാണ്. ഇനി കേട്ടോളി. ഇനി ഞാനൊരു ഉദാഹരണത്തോടെയാ പറയാം. ഒരു സുന്നി പള്ളിയിൽ സുബൈക്ക് ഒരു ബീവിനെ യാദർച്ഛികമായി പള്ളിയിലെ മുസ്ലിയാർ കാണുകയാണ്. സുബൈ ബാങ്ക് കൊടുക്കാൻ നേരം പഠിപ്പിക്കാൻ വേണ്ടി കേട്ടോ. എന്നോട് പലരും ചോദിക്കും, എന്ത് നിങ്ങൾ ഇങ്ങനെ കൂടുതൽ ഉദാഹരണം പറയുന്നത്? അതോട് ക്ലിക്കാവും വിളിക്ക്. അതാണ് അത് അത്ര ഈ ആത്മാർത്ഥതകളോടാട്ടോ. പടച്ചോനാണ് നേര്, പടച്ചതമ്പുരാനാണ് നേര്. നിങ്ങളോട് അത്ര സ്നേഹമുള്ളത് കൊണ്ടാണ്, നരകത്തെ കുറിച്ച് ഖുർആൻ പഠിച്ചത് കൊണ്ടാണ്. എന്ന് സൂറത്ത് മാരിജിലുള്ളത് കൊണ്ടാണ്. തലയോട്ടി വരെ കത്തി തീജ്വാല ഒലിക്കുന്ന നരകമുണ്ട് മനുഷ്യരെ. അതുകൊണ്ടാ ഇത് പറയുന്നത്. സൂറത്ത് മാരിജ് 70 അധ്യായം 15, 16, 17 വചനങ്ങളാ. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഈ ആയത്ത് കേട്ട് ബോധരഹിതനായി വീണു. അത്ര ഭയാനകരം. സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ വചന. അതുകൊണ്ടാ പറയുന്നത്, അതുകൊണ്ടാ സൂചിപ്പിക്കുന്നത്, സ്നേഹം കൊണ്ടാ പറയുന്നത്. ഇത് തിരിച്ചറിയുന്ന ഒരു അവസരം വരും. അന്ന് നിങ്ങൾ ഖേദിച്ചിട്ട് കാര്യമില്ല, അന്ന് നിങ്ങൾ കൈകടിച്ചിട്ട് കാര്യമില്ല. കേൾക്കണേ, ശ്രദ്ധിക്കണേ. സക്കരിയ നബി അലൈഹിസ്സലാം പലതവണ മറിയം ബീവിയുടെ കറാമത്ത് കാണുകയാണ്. കൂട്ടരെ, നമ്മുടെ നാട്ടിലൊരു സുന്നി പള്ളിയിലാണ് ഈ സംഭവമെങ്കിലോ, അതായത് ഒരു മുസ്ലിയാർ വരുമ്പോ ഈ ബീവിക്ക് അല്ലാഹു ആകാശത്തുനിന്ന് ഭക്ഷണം ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നത് കാണുകയാണെങ്കിലോ, അന്ന് സുബൈ ബാങ്ക് മുസ്ലിയാർ മറന്നു. മുസ്ലിയാർ എന്ത് ചെയ്യുന്നറിയാം? മൈക്കും കൊണ്ട് വന്നോളിയോ, ലോകത്തിലെ ഏറ്റവും വലിയൊരു ബീവി വന്നിക്കണോ, കറാമത്ത് നേരിട്ട് കാണുക. എന്നാലോ അന്നത്തെ സുബൈ പിന്നെ ഉണ്ടാവില്ല. പിന്നെ അവിടെ ടെന്റ് കെട്ടി, പന്തല് കെട്ടി, അവിടെ പിന്നെ ബെയ്ത്തായി, വരലായി, കാറായി, ബഹളായി. എന്നാ സക്കരിയ നബിയോ? സക്കരിയ നബി സമസ്തക്കാരനാണോ മുജാഹിദാണോ? ചിന്തിക്കണം, ഗൗരവമായിട്ട് ചിന്തിക്കണം. സക്കരിയ നബി ഇത് കണ്ടപ്പോ സക്കരിയ നബി എന്ത് പഠിച്ചു? ഖുർആൻ എന്ത് പറഞ്ഞു? അതാണ് ദീൻ. ഇനി കേട്ടോളി, ഭയപ്പെടാതെ കേട്ടോളി, മനസ്സിലാക്കിക്കോളി. രക്ഷപ്പെടും. സക്കരിയ നബി ഇത് കണ്ടപ്പോ, സക്കരിയ നബി ഒരു സമസ്തക്കാരനാണെങ്കിൽ കറാമത്തുള്ള മറിയം ബീവിയോട് കുഞ്ഞിന് വേണ്ടി തേടൂലേ? ഇത്ര വലിയ കറാമത്തുള്ള മറിയം ബീവിയോട്, കറാമത്തുള്ള മറിയം ബീവിയോട് തേടിയാൽ സമസ്ത. സക്കരിയ നബി അതല്ല. കറാമത്ത് ആരാണോ കൊടുത്തത് അവന്റെ പ്രത്യേകത ഉൾക്കൊള്ളുകയും അവനോട് തേടുകയും ഈ കറാമത്ത് റബ്ബ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന്റെ കഴിവാണെന്ന്